ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാനാസ് റെസിപ്പീസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബീഫ് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഗാർലിക് ബ്രെഡൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു നോൺ വെജായിട്ട് സ്റ്റഫ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കിയ ഒരു റെസിപ്പിയാണ്. പക്ഷെ നല്ല അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ നമുക്ക് ഈ ഡോമിനോസ് എന്നൊക്കെ കിട്ടുന്ന ഗാർലിക് ബ്രെഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ കുറച്ച് ചീസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചീസും അതിൻ്റെ കൂടെ തന്നെ ഒരു നോൺ വെജ്, അതായത് ബീഫ് സ്റ്റഫ് ചെയ്തത് മസാല ഉണ്ടാക്കിയിട്ട് സ്റ്റഫ് ചെയ്ത് അകത്ത് വെച്ചിട്ടുള്ളതും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞൊരു റെസിപ്പിയാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഒരു വെറൈറ്റി ആയിരിക്കും, ഒരു സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ബീഫ് വേണ്ട, നോൺ വെജ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ചീസി ആയിട്ടുള്ള ഗാർലിക് ബ്രെഡും റെഡിയാക്കാൻ പറ്റും. ഇതേപോലെ തന്നെ ചെയ്താൽ മതിയാവും. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം കേട്ടോ, എന്നാലേ ഇനിയുള്ള നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഗാർലിക് ബ്രെഡ് റെഡിയാക്കുക എന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കായിട്ട് ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/4 ഗ്ലാസ് അളവിൽ ചെറിയ ചൂടുവെള്ളമാണ്. ഒരുപാട് ചൂട് പാടില്ല, ചെറിയ ചൂടുവെള്ളം. അതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ 1/2 ടേബിൾ സ്പൂണാണ്, അതാണ് 2 എണ്ണം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര നന്നായിട്ടൊന്ന് ആ വെള്ളത്തിൽ അലിയിപ്പിക്കുക. വളരെ കുറച്ച് ചൂടേ പാടുള്ളൂ കേട്ടോ. ഒരു വാം വാട്ടറാണ് എടുക്കേണ്ടത്. അതിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ല, സാധാരണ നമ്മുടെ ഈസ്റ്റ് ഉണ്ടല്ലോ, അപ്പത്തിനൊക്കെ ഇടുന്ന ഈസ്റ്റാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആ മിക്സിലേക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാരയും ഈസ്റ്റും തമ്മിൽ നന്നായിട്ടൊന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് മാറ്റി വെക്കണം. 15 മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ വരെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് റിയാക്ട് ചെയ്ത് കിട്ടും. അതായത് ഞാനൊരു 20 മിനിറ്റ് വെച്ചതാണ്. നല്ലപോലെ റിയാക്ട് ചെയ്ത് ആ ഈസ്റ്റും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുക്കാവുന്നതാണ്, അതും ഇതുപോലെ തന്നെ കിട്ടും. അതുപോലെ വാം വാട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, ചെറിയ ചൂടുവെള്ളം, ഒരിക്കലും പച്ചവെള്ളം എടുക്കരുത്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് അളവിൽ മൈദയാണ്. ഇത് 250 ml കപ്പ്, അതായത് ഏകദേശം ഒരു 140 ഗ്രാം ഉണ്ടാവും മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ഒറിഗാനോ ആണ്. അപ്പോൾ ഇതൊരു ഇറ്റാലിയൻ ആണല്ലോ, അപ്പോൾ ഒറിഗാനോയുടെ ഫ്ലേവർ കുറച്ചുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഏകദേശം എന്താ, ഇത് ഒരു പിടിയുണ്ട്, ഏകദേശം ഒരു 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഒറിഗാനോ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 15 അല്ലി വെളുത്തുള്ളി, വലിയ 15 അല്ലി വെളുത്തുള്ളി ചതച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1 ടീസ്പൂൺ അളവിൽ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വെളുത്തുള്ളി നമുക്ക് എടുത്ത് വെച്ചിരിക്കണം, അത് നമുക്ക് ബട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കരുത്, കാരണം നമ്മൾ ബട്ടർ യൂസ് ചെയ്യുമ്പോൾ അത് സോൾട്ടഡ് ആണെങ്കിലും അതുപോലെ തന്നെ ചീസിലും ഒക്കെ ചിലപ്പോൾ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി, നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ്, അതായത് ഇടിച്ച മുളക് ഉണ്ടെങ്കിൽ അതിടാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ കാശ്മീരി മുളക് പൊടിയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, ഈസ്റ്റിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് കൂടി ഇട്ടിട്ട് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഇടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കുഴയ്ക്കാൻ കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആവശ്യമാവും. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം മതിയാവും. നമ്മൾ നേരത്തെ 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് പഞ്ചസാരയും ഈസ്റ്റും കൂടി പൊങ്ങാൻ വെച്ചിരുന്നത്. അപ്പോൾ അത് പൊങ്ങി വരുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അതിൽ കൂടുതൽ ആവശ്യം വരില്ല, നല്ലോണം സോഫ്റ്റ് ഡോ ആക്കി കുഴച്ചെടുക്കണം. ഇനി അവസാനമായിട്ട് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് നമുക്ക് ഇതൊന്ന് വെക്കണം, ഒന്ന് സോഫ്റ്റായി കിട്ടാനായിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും ഈ മാവ് നമ്മൾ അടച്ച് വെക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് പൊന്തി വരുള്ളൂ. അപ്പോൾ ഓൾറെഡി ഈസ്റ്റ് എല്ലാം റിയാക്ട് ചെയ്തതാണ്.
അപ്പോൾ ഇനി നമുക്ക് പാത്രത്തിലും കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ഈ മാവ് അതിലേക്ക് എടുത്ത് വെക്കാം. ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് നല്ലോണം പൊന്തി വരും. നമുക്കത് കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും. ഈ വെച്ചതിലേക്കാട്ടിലും ഇരട്ടിയായിട്ട് നമ്മുടെ മാവ് ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഒന്ന് മസാല ആക്കി എടുക്കാം. ബീഫ് ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വളരെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇടണമെങ്കിൽ ഇടാം, അതുപോലെ ഇതുപോലെ സവാള ഇടണമെങ്കിലും ഇടാം. കുറച്ച് മതിയാവും കേട്ടോ, വളരെ കുറച്ചിട്ടാൽ മതി. ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റില്ല. ഒരു ഗാർലിക് ബ്രെഡിൻ്റെ മാക്സിമം സൈസിൽ ഉള്ളിൽ വെക്കാൻ പറ്റുന്നത്ര മസാല ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അതിനനുസരിച്ച് ഇടുക. ഇതൊരു ചെറിയ തക്കാളിയുടെ പകുതി ഭാഗമാണ്, വളരെ കുറച്ച് മതി. ഒരുപാട് മസാലയ്ക്ക് സ്പൈസസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, സ്പൈസി അല്ല, എന്നാൽ നല്ലൊരു ടേസ്റ്റിൽ എടുക്കണം. അപ്പോൾ അതിലേക്ക് ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയുടെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗരം മസാല കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. അപ്പോൾ ബീഫ് വേവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞു. തീരെ വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുത്ത ബീഫാണ്. അതുപോലെ തന്നെ ഞാനിത് കൈകൊണ്ട് എനിക്ക് പിച്ചിടാവുന്ന തരത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ബീഫ്. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീഫിൽ ഞാൻ ഉപ്പിട്ടതുകൊണ്ടാണ് ഈ മസാലയിലേക്ക് ഉപ്പിടാത്തത്. ഉപ്പ് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്, കാരണം നല്ലോണം ഉപ്പ് ഇതിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കാൻ പോണത്. അപ്പോൾ ഈ മസാല നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് അത് നല്ലോണം അതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഈ സമയത്ത് ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ഗാർലിക്, വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 25 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു 100 ഗ്രാം ബട്ടർ പാക്കറ്റിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് മെൽറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്തെടുത്ത് വെച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് അൺസോൾട്ടഡ് അല്ല, സോൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ്. അപ്പോൾ ഇതിൽ ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം എടുക്കാനെന്ന്. ഇനി ഞാൻ അത് കൂടാതെ കുറച്ച് ചീസ് കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് കണ്ടോ നല്ലോണം ഇരട്ടിയായിട്ട് അത് പൊന്തി വന്നു. ഇനി ഇത് നമ്മളെടുത്ത് ഇനി ഒന്നുകൂടി കുഴയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിനി നമുക്കൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് തിന്നായിട്ടൊന്നും പരത്തണ്ട, ഇത് തന്നെ ഒറ്റ ഒരു റൗണ്ട് ഷേപ്പിൽ പരത്താനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടറിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, ബട്ടറിൻ്റെയും അതുപോലെ തന്നെ ഗാർലിക്കിൻ്റെയും വെളുത്തുള്ളി ചതച്ചതും ബട്ടറും മല്ലിയിലയും കൂടിയുള്ള മിക്സ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതപ്പോൾ ഒരു സൈഡിലാണ് ഇടേണ്ടത്, കാരണം നമുക്കിനി ബാക്കിയുള്ള മിക്സ് എല്ലാം ചേർത്തിട്ട് നമ്മുടെ ഒരു സൈഡ് ബ്രെഡ് നമുക്ക് മടക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബീഫിൻ്റെ മസാലയും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ മസാല കണ്ടോ കറക്റ്റ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, മുഴുവൻ മസാല ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നോൺ വെജ് സ്റ്റഫ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ബട്ടറും അതുപോലെ തന്നെ ഈ ചീസും തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഗാർലിക് ബ്രെഡ് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്താൽ നല്ല ടേസ്റ്റിൽ ഗാർലിക് ബ്രെഡ് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നോൺ വെജ് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് വയ്ക്കാം, അതുപോലെ തന്നെ ചിക്കനും ഇതുപോലെ തന്നെ വെക്കാം കേട്ടോ, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ അരികൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് തമ്മിൽ അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി, കാരണം മൈദയാണല്ലോ. ഇനി അതിൻ്റെ മുകളിലേക്കും ബാക്കിയുള്ള ബട്ടറും അതുപോലെ തന്നെ ഗാർലിക്കും ഉള്ള പേസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് മുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ച് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ്, കാണാനും കുറച്ച് ഭംഗി ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്, കാരണം നമ്മൾ ബ്രെഡ് റെഡിയായി കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ ഗാർലിക് ബ്രെഡ് കിട്ടുമ്പോൾ ഇതുപോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ടൊന്നും കട്ട് ചെയ്യണ്ട കേട്ടോ,
വളരെ കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്താൽ മതി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്കായി വരുമ്പോൾ, ഈ ഗാർലിക് ബ്രെഡ് ബേക്കായി വരുമ്പോൾ ഉള്ളിലുള്ള ചീസൊക്കെ ഉരുകി തുടങ്ങും. അപ്പോൾ ഉരുകി തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള മസാലയൊക്കെ പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് മാത്രം കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ബേക്ക് ചെയ്ത് എടുക്കാൻ പോകുന്നത് സാധാരണ നമ്മളൊരു ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ചെമ്പ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു അടി കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം എടുക്കാം. അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രം എടുക്കാം. നല്ല കട്ടിയുള്ള പാത്രമായിരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാൻ വേണമെങ്കിൽ എടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിയിൽ ഉപ്പിട്ടിട്ടാണ് ചെയ്യുന്നത്. ഉപ്പിട്ടിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെ തട്ട് വെച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെഡ് എടുത്തിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. അതുപോലെ തന്നെ ബേക്കിംഗ് ട്രേ ആയാലും പാത്രം ആയാലും അടിയിലൊരു ബട്ടർ പേപ്പർ വെക്കുക. അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മൈദ കൂടി തൂത്ത് കൊടുക്കുക. സാധാരണ നമ്മുടെ കേക്ക് ട്രേ എല്ലാം സെറ്റ് ചെയ്യില്ല, അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്നിട്ട് സൂക്ഷിച്ച് നമ്മുടെ ബ്രെഡ് അതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബ്രെഡ് സെറ്റ് ചെയ്യുമ്പോൾ ആ മാവ് അതിലേക്ക് വെക്കുമ്പോൾ അടിയിൽ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം ഇത് വെക്കുക. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അത് എടുക്കാൻ പറ്റുക. ഇനി നമുക്കിത് ഏകദേശം ഒരു 40 മിനിറ്റ് എങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ബേക്ക് ചെയ്യാൻ ഏകദേശം ഒരു 40 മിനിറ്റ് എടുക്കും. 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മുകളിലൊക്കെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മുടെ ഇടിയപ്പ ചെമ്പിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ സമയം നോക്കുക. ഏകദേശം ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ വേണ്ടി വരും ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഉള്ളിൽ ഞാനിത് മുറിച്ച് നോക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റാണ്. ബ്രെഡൊക്കെ നല്ല സോഫ്റ്റാണ്. അടിയൊക്കെ നല്ലോണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഗാർലിക് ബ്രെഡ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളിൽ ചീസും അതുപോലെ ആ ഒരു ബീഫിൻ്റെ ഒരു സ്റ്റഫിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും നല്ല ടേസ്റ്റിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 4 മണി പലഹാരമൊക്കെ ആയിട്ട് ഉണ്ടാക്കാം. ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇത് കുറച്ച് ഹെവിയാണ് കേട്ടോ. ഒരു 2 പീസൊക്കെ മതിയാവും. നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നോർമലി ഗാർലിക് ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സ്റ്റഫിംഗ് ഒന്നും ഇല്ലാത്തത്. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ട് നിങ്ങളൊക്കെ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും താങ്ക് യു.